തീർച്ചയായും പ്രൊഫസർ എ ജി ജോർജിലേക്ക്. പ്രൊഫസർ എ ജി ജോർജ്, ഈ എക്സിറ്റ് പോളുകളൊക്കെ, അതായത് ആദ്യത്തെ ഒരു ഘട്ടം 7 ഘട്ടങ്ങളായിരുന്നു. ആദ്യത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ BJPക്ക് എതിരായി, മോദിക്കെതിരായി തരംഗമില്ല എന്ന തരത്തിലേക്ക് ഒരു വലിയ ട്രെൻഡ് രാജ്യത്താകമാനം നീങ്ങിയത് നമ്മൾ കണ്ടതാണ്. അത് 7ാം ഘട്ടം വരെ നിന്നു. പക്ഷേ പിന്നീട് അത് വീണ്ടും റീഓക്കുപ്പ് ചെയ്യുന്നത് ഈ എന്താണ് എക്സിറ്റ് പോളുകളിലൂടെയാണ്. എക്സിറ്റ് പോളിൽ വലിയ ട്രെൻഡുണ്ട്, വലിയ രീതിയിൽ അർത്ഥത്തിൽ മറിയുമെന്നൊക്കെ കെജ്രിവാളും ഖാർഗെയും ഒക്കെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ പറയുന്നത് 295 സീറ്റുകളിൽ തങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കടന്നുള്ള ഒരു സംഖ്യ ഞങ്ങളുടെ കയ്യിലുണ്ടാകുമെന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. എന്താണ് രാജ്യത്തിൻ്റെ വസ്തുതകളെ മുഴുവനായി നമുക്ക് പരിശോധിക്കുമ്പോൾ? സംസ്ഥാനത്തേക്ക് നമുക്ക് എത്താം, സംസ്ഥാനത്തിൻ്റെ ഓരോ മണ്ഡലവും തിരിച്ച് നമുക്ക് പോകാം. അതിനു മുമ്പ് ജിംഷാദെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സൃഷ്ടിച്ച ഒരു മാനസിക അവസ്ഥയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ചില മുൻവിധിയൊക്കെ നമ്മെ സ്വാധീനിച്ചു എന്ന് വന്നേക്കാം. ഞാൻ അതിൽ നിന്ന് മോചിതനായി കാര്യങ്ങൾ കാണാനാണ് ശ്രമിക്കുന്നത്. അജീം ഷാദ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന രീതിയിൽ നേരെ അതിലേക്ക് വരികയാണ്. എക്സിറ്റ് പോളെ നമ്മളെ സംബന്ധിച്ച്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചവരാണ്. എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു അംഗീകൃത സ്വഭാവം അതിനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി വിജയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പൂർണ്ണമായി പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഭാഗികമായി ജയിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ ഗതകാല രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരും കണ്ടവരാണ്. ഇതിനകത്ത് ഇത് നടത്തുന്ന ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്, ഒരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ ഒരു എറർ ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു. അപ്പോൾ ഇതൊന്നും അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് യുക്തിസഹജമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നത് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും ഇതിനകത്തുനിന്ന് ലഭിക്കുന്ന ചില സൂചനകളുണ്ട് അജീം ഷാദെ, അത് നാം കാണാതെ പോകരുത്. കാരണം ഇപ്രാവശ്യത്തെ എക്സിറ്റ് പോളിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, ഞാനിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്നലെ മുതൽ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഒരു പൊതു ഘടകം എന്ന് പറയുന്നത്, എല്ലാ ഏജൻസികളും NDAക്ക് മുൻതൂക്കം കൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്പറിൽ മാത്രമേ ഉള്ളൂ. ഈ ചാണക്യ എന്നൊക്കെ പറയുന്ന ഏജൻസിയൊക്കെ 415 എന്നൊക്കെ പറഞ്ഞ ചില അസാധാരണമായ സംഖ്യയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റ് ഏജൻസികളൊക്കെയും നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ പോയാലും വ്യക്തമായ 272 അപ്പുറമായി 315, 312, 289 എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന നാഷണൽ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം പോയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ എക്സിറ്റ് പോളിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നതായിട്ടുള്ള സൂചകം എന്ന് പറയുന്നത്, എങ്ങനെ വന്നാലും BJP ഒരു 3ാം ഊഴത്തിൽ പ്രവേശിക്കും എന്നതാണ്. എന്നാൽ ഈ അജീം ഷാദ് പറഞ്ഞപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. കാരണം തുടക്കത്തിൽ നടത്തിയ പ്രചരണങ്ങളൊന്നും അല്ലല്ലോ മോദി ഈ 5ഉം 6ഉം ഘട്ടങ്ങളിൽ ഉത്തരേന്ത്യയിൽ പോയി നടത്തിയ പ്രചാരണത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞത് മുഴുവൻ വികസനത്തെ സംബന്ധിച്ചായിരുന്നു. അടിസ്ഥാന വികസന സൗകര്യങ്ങളൊക്കെ ഒരുപാട് 10 വർഷങ്ങളായിട്ട് ഉണ്ടാക്കി, അതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചു. അങ്ങനെ തുടർച്ചയായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ മോദി വടക്കേ ഇന്ത്യയിൽ ചെന്നപ്പോൾ നേരെ തകിടം മറിഞ്ഞു. അവിടെ എന്താണ്, അവിടെ വർഗീയ വിദ്വേഷം ഒരളവ് വരെ ഉണർത്തുന്ന രീതിയിൽ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രചരണങ്ങളും അദ്ദേഹം നടത്തിയെന്ന് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പോലും BJPക്ക് താക്കീത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അജീം ഷാദിനും അറിയാം. അപ്പോൾ ഞാൻ തിരിച്ചെത്താം ശ്രീ